ക്വസ്റ്റ്യൻ നോക്കാം. HRAയുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യുന്നത്. മിസ്റ്റർ കാസിം ഈസ് എംപ്ലോയിഡ് ഇൻ എ ലിമിറ്റഡ് കമ്പനി അറ്റ് നോയിഡ ഓൺ എ സാലറി ഓഫ് 20,000 per month and TA of 20% of salary. DA is under the term of employment. കാസിം ലിമിറ്റഡ് കമ്പനിയിലെ എംപ്ലോയി ആണ്. നോയിഡയിലാണ് കമ്പനി വരുന്നത്. സാലറി കിട്ടുന്നത് മാസത്തിൽ 20,000 രൂപയാണ്. കൂടെ DA കിട്ടുന്നുണ്ട്. സാലറിയുടെ 20% DA കിട്ടുന്നുണ്ട്. പക്ഷേ ആ 20%-ൽ 50% മാത്രമാണ് DA അണ്ടർ ദ ടേം ഓഫ് എംപ്ലോയ്മെൻറ്റ് വരുന്നത്. അതായത് ഫോമിംഗ് പാർട്ട് ഓഫ് പേയിലേക്ക് വരുന്നത് 20%-ൽ 50% മാത്രമാണ്. Then he gets HRA from the company at the rate of 5,000 per month. അയാൾക്ക് HRA കിട്ടുന്നുണ്ട്. എത്രയാണ് മാസത്തിൽ? 5,000 രൂപ. Then Mr. Kasim did not pay any rent till 30th September 2020 as he was living with a friend. അതായത് കാസിം എന്ന് പറയുന്ന ആൾ റെൻ്റൊന്നും പേ ചെയ്യാത്തൊരു വ്യക്തിയാണ്. കാരണം സെപ്റ്റംബർ 30, 2020 വരെ അയാളുടെ ഫ്രണ്ടിൻ്റെ കൂടെയാണ് താമസിച്ചത്. അതുകൊണ്ട് തന്നെ സെപ്റ്റംബർ 30, 2020 വരെ അയാൾ റെൻ്റൊന്നും പേ ചെയ്യാത്തൊരു വ്യക്തിയാണ്. ഓക്കെ. ഫ്രം 1st October 2020 സെപ്റ്റംബർ കഴിഞ്ഞ് ഒക്ടോബർ 1 മുതൽ അയാൾ ഷിഫ്റ്റഡായി. എവിടത്തേക്ക്? ഒരു ഹൗസ് റെൻറ്റഡ്, അതായത് ഒരു റെൻറ്റഡ് ഹൗസിലേക്ക് മാറി. ആ റെൻറ്റഡ് ഹൗസിന് റെൻ്റ് എന്ന് പറയുന്നത് മാസത്തിൽ 3,000 രൂപയാണ്. ഹി ഗെറ്റ്സ് ആനുവൽ ഇൻക്രിമെൻറ്റ് ഓഫ് 4,000 per month വിത്ത് എഫക്റ്റ് ഫ്രം 1st December 2020. അയാൾക്ക് ഡിസംബർ 1, 2020 മുതൽ സാലറിയിൽ ഇൻക്രിമെൻറ്റ് വന്നു. മാസത്തിലൊരു 4,000 രൂപയാണ് ഇൻക്രിമെൻറ്റ് കിട്ടിയത്. അപ്പോൾ 20,000 സാലറി എന്നുള്ളത് 24,000 ആയി. He also received arrears of salary DA of the preceding year amounting to 25,000 and 5,000 respectively. അതുകൂടാതെ അയാൾക്ക് അരിയേഴ്സ് ഓഫ് സാലറി കിട്ടിയിട്ടുണ്ട്. അത് മുമ്പ് കിട്ടാതിരുന്ന സാലറി 25,000 രൂപ കിട്ടിയിട്ടുണ്ട്. അതുപോലെ മുമ്പ് വർഷത്തെ DA എന്ന് പറഞ്ഞിട്ട് ഒരു 5,000 രൂപയും കിട്ടിയിട്ടുണ്ട്. അത് കിട്ടിയത് 30th January 2021 നിങ്ങളോട് കാൽക്കുലേറ്റ് ടാക്സബിൾ HRA എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലേ. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ലാസ്റ്റ് തന്ന ഇൻഫർമേഷൻ ഇല്ലേ, അതായത് അരിയേഴ്സ് ഓഫ് സാലറി കിട്ടിയിട്ടുണ്ട്, പ്രിസീഡിങ് ഇയർ മുൻ വർഷങ്ങളിലെ DA കിട്ടിയിട്ടുണ്ട്. കിട്ടിയത് എപ്പോഴാണ്? January 30, 2021 നമ്മുടെ പ്രീവിയസ് ഇയറിൽ തന്നെയാണ് കിട്ടിയത്. പക്ഷേ ഇത് നമ്മൾ ഈ ഒരു സെൻറ്റൻസ് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. കാരണം നമ്മുടെ HRAയുടെ പർപ്പസിന് വേണ്ടിയിട്ടുള്ള സാലറിയിൽ അരിയേഴ്സ് ഓഫ് സാലറിയോ അല്ലെങ്കിൽ മുൻ വർഷങ്ങളിലെ DA ഒന്നും ഉൾപ്പെടില്ല. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്തിട്ട് നിങ്ങൾ പ്രോബ്ലം ചെയ്താൽ മതിയാവും. അതായത് ഹീ ഓൾസോ റിസീവ്ഡ് തുടങ്ങിയിട്ട് 30th January 2021 വരെയുള്ള ഇൻഫർമേഷൻ നിങ്ങൾ നോക്കിയേ വേണ്ട. ഓക്കെ, അതാണ് ആദ്യം പറയാനുള്ളത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ 3 രീതിയിലാണ് കാസിമിൻ്റെ HRA ടാക്സബിൾ ആയിട്ട് വരിക. കാരണം എന്ന് വെച്ചാൽ സാധാരണ രീതിയിൽ നമ്മുടെ പ്രീവിയസ് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണ്? April 2020 അല്ലേ. എന്നിട്ട് എപ്പോഴാണ് അവസാനിക്കുക? 31 March 2021 ഇതാണ് നമ്മുടെ പ്രീവിയസ് ഇയർ. ഈ ഇയറിലുള്ള HRA ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പം ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു പ്രീവിയസ് ഇയറിൽ സെപ്റ്റംബർ 30, 2020 വരെ ആ കാസിം എന്ന് പറയുന്ന വ്യക്തി എന്ത് പേ ചെയ്തിട്ടില്ല? റെൻറ്റ് പേ ചെയ്തിട്ടില്ല. കാരണം എന്താണ്? അയാൾ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. അതിനർത്ഥം പ്രീവിയസ് ഇയറിൽ എത്ര മാസങ്ങളിലാണ് അയാൾ റെൻറ്റ് പേ ചെയ്യാതിരുന്നത്? സെപ്റ്റംബർ 30, 2020 വരെയാണ് അയാൾ റെൻറ്റ് പേ ചെയ്യാതിരുന്നത്. അപ്പോൾ പ്രീവിയസ് ഇയറിൽ എത്ര മാസങ്ങൾ വരും? April 2020 അല്ലേ, May 2020, June 2020, July 2020, August 2020, September 2020. അങ്ങനെ 6 മാസമാണ് വരുന്നത്. ആ 6 മാസം അയാൾ എന്ത് പേ ചെയ്തിട്ടില്ല? റെൻറ്റ് പേ ചെയ്തിട്ടില്ല. നമ്മൾ മുമ്പൊരു തിയറി പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു വ്യക്തി റെൻറ്റ് പേ ചെയ്യുന്നില്ല എങ്കിൽ അയാൾക്ക് HRA കിട്ടുന്നുണ്ടെങ്കിൽ അയാൾ അതിന് ഫുള്ളായിട്ട് ടാക്സ് കൊടുക്കണം. അതായത് റെൻറ്റ് പേ ചെയ്യാത്തൊരു വ്യക്തിക്ക് ഹൗസ് റെൻറ്റ് അലവൻസ് കിട്ടുന്നുണ്ടെങ്കിൽ അയാൾ അതിന് ഫുള്ള് ടാക്സ് കൊടുക്കണം. അയാൾക്ക് അതിന് എക്സംഷൻ ഒന്നും കിട്ടില്ല. അതായത് ടാക്സിൽ നിന്ന് ഒഴിവാക്കാനുള്ള ഒരു ഫിഗറും അയാൾക്ക് കിട്ടില്ല.
അപ്പോൾ ഇവിടെ 6 മാസം അയാൾ റെൻറ്റ് കൊടുത്തിട്ടില്ല, പക്ഷെ അയാൾക്ക് HRA കിട്ടുന്നുണ്ട്. HRA എത്രയാണ് കിട്ടുന്നത്? ഓരോ മാസം 5000 രൂപ വെച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ 6 മാസം അയാൾക്ക് എന്ത് കിട്ടിയിട്ടുണ്ടാവും? HRA കിട്ടിയിട്ടുണ്ടാവും. 5000 × 6 എത്ര വരും? 30,000 രൂപ വരും. ആ 30,000 HRAക്ക് ആ കാസിം എന്ന് പറയുന്ന വ്യക്തി ഫുള്ളായിട്ട് ടാക്സ് കൊടുക്കണം. കാരണം അത് 6 മാസത്തെ ഹൗസ് റെൻ്റ് അലവൻസ് ആണ്. ആ 6 മാസം അയാൾ റെൻ്റൊന്നും പേ ചെയ്തിട്ടില്ല. റെൻ്റ് പേ ചെയ്യാത്ത ഒരു വ്യക്തിക്ക് ടാക്സ് എക്സംഷൻ കിട്ടില്ല. അയാൾ HRAക്ക് ഫുള്ളായിട്ട് ടാക്സ് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ആദ്യത്തെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് 6 മാസത്തെ HRA ആണ്. അപ്പോൾ അത് ആദ്യം എഴുതുക. എന്താണ് ഫസ്റ്റ് വൺ? കാൽക്കുലേഷൻ ഓഫ് ടാക്സബിൾ HRA. എത്ര മാസം? 6 months. വേണമെങ്കിൽ ആ മന്ത്സ് ഏതൊക്കെയാണെന്ന് എഴുതിക്കോ. ഏത് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു? അത് ഏപ്രിൽ 2020 ടു സെപ്റ്റംബർ 2020 ഇയർ കൂടി കൊടുക്കുക. 6 മാസത്തെ HRA എത്രയാണെന്ന് നോക്കാം. 6 മാസത്തെ HRA ഒരു മാസം 5000 രൂപയാണ്. അങ്ങനെ 6 മാസം എത്ര കിട്ടും? 30,000 രൂപ കിട്ടും അല്ലേ? ഈ 30,000 അയാൾ ഫുള്ളായിട്ട് ടാക്സ് കൊടുക്കണം. അപ്പം ടാക്സബിൾ HRA ഫോർ 6 months, 6 മാസത്തെ ടാക്സബിൾ HRA എന്ന് പറയുന്നത് ഈ 30,000 എമൗണ്ട് തന്നെയാണ്. അതിൻ്റെ റീസൺ ഇവിടെ എഴുതി വെക്കുക. എന്താണ് എഴുതേണ്ടത്? ബിക്കോസ് ഹി ഡിഡ് നോട്ട് പേ റെൻറ്റ്. അയാൾ റെൻ്റൊന്നും അടച്ചിട്ടില്ല ടിൽ ഏത് ഡേറ്റ് വരെ? 30th സെപ്റ്റംബർ 2020. റെൻ്റ് അടക്കാത്തൊരു വ്യക്തി ഫുള്ളായിട്ട് ടാക്സ് കൊടുക്കണം. അഥവാ നിങ്ങൾ ഈ ഒരു രീതിയിൽ എഴുതുന്നില്ല, കാൽക്കുലേഷൻ വെച്ചിട്ട് തന്നെ ചെയ്യുന്നതെങ്കിൽ അങ്ങനെ നിങ്ങൾ ഫോർമാറ്റെല്ലാം ഉണ്ടാക്കി ചെയ്താലും നിങ്ങൾക്ക് ആൻസർ വരിക ഈ 30,000 തന്നെയായിരിക്കും. വേണമെങ്കിൽ നിങ്ങൾക്ക് റഫായിട്ട് ഒന്ന് ചെയ്ത് നോക്കാം. അതേ ഫോർമുല ഉപയോഗിച്ച് ഡാറ്റ ഫിഗേഴ്സൊക്കെ എഴുതി കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ 30,000 രൂപ തന്നെയായിരിക്കും. വേണ്ടവർ ചെയ്ത് നോക്കിക്കോ. ഓക്കെ. ഇനി സെക്കൻഡ് വൺ. ഇനി രണ്ടാമത് പറയാനുള്ളത്, ഇനി നമുക്ക് ഇനിയും ബാക്കി 6 മാസം ഉണ്ടല്ലേ? ഇല്ലേ? അതായത് സെപ്റ്റംബർ 30 കഴിഞ്ഞ് എപ്പോഴാണ്? സെപ്റ്റംബർ കഴിഞ്ഞാൽ ഒക്ടോബറാണ്. ഒക്ടോബർ 2020 മുതൽ 31 മാർച്ച് 2021 വരെ ഇനിയും ഉണ്ടത്രേ. അപ്പോൾ ആ ഒരു മന്ത്സിൽ നമ്മൾ എന്ത് കാണണം? വീണ്ടും ടാക്സബിൾ HRA കാണണം. നമ്മളിപ്പോൾ 6 മാസത്തതേ കണ്ടിട്ടില്ലൂ, ഇനിയും 6 മാസം ബാക്കിയുണ്ട്. അതുകൂടി കണ്ടുപിടിക്കുക. എന്നാലല്ലേ നമുക്കൊരു വർഷത്തെ കിട്ടൂ. യെസ്. ഇനി നമ്മൾ ബാക്കിയുള്ള മാസത്തെ HRA കാണുകയാണ്. അതിനുവേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇയാൾ ഒക്ടോബർ 2020 സെപ്റ്റംബർ കഴിഞ്ഞ് ഒക്ടോബർ 1, 2020 എവിടത്തേക്ക് ഷിഫ്റ്റായി? റെൻറ്റഡ് ഹൗസിലേക്ക് ഷിഫ്റ്റായി. റെൻറ്റ് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ അയാൾ റെൻറ്റ് കൊടുക്കാൻ തുടങ്ങിയ സ്ഥിതിക്ക് ഇനി അയാൾ ടാക്സ് കൊടുക്കുന്ന സമയത്ത്, HRAക്ക് ടാക്സ് കൊടുക്കുന്ന സമയത്ത് അയാൾക്ക് എന്ത് കിട്ടണം? എക്സംഷൻ കിട്ടണം. ഓക്കെ. അപ്പം നമ്മൾ ആ ഫോർമാറ്റ് വെച്ചിട്ട് ചെയ്യേണ്ടി വരും. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഹി ഗെറ്റ്സ് ആനുവൽ ഇൻക്രിമെൻ്റ് ഓഫ് 4,000 പെർ മന്ത് വിത്ത് എഫക്റ്റ് ഫ്രം 1 ഡിസംബർ 2020. ഡിസംബർ 1, 2020 മുതൽ അയാൾക്ക് മാസത്തിൽ 4,000 രൂപ എക്സ്ട്രാ ഇൻക്രിമെൻ്റ് കിട്ടുന്നുണ്ട്. അതായത് മുമ്പത്തെ സാലറി 20,000 പെർ മന്ത് ആയിരുന്നു. ഇനി ഡിസംബർ 2020 മുതൽ അയാളുടെ സാലറി 4,000 കൂടി കൂട്ടിയിട്ട് എത്രയാവും? 24,000 ആവും. അപ്പം എന്താണ് മനസ്സിലാക്കേണ്ടത്? ആ ഡിസംബർ വരെ ഉള്ള സാലറി വേറൊരു സാലറിയാണ്. ഡിസംബർ വരെയുള്ള സാലറിൻ്റെ ഫിഗർ എന്ന് പറയുന്നത് മറ്റൊരു ഫിഗറും ഡിസംബർ തുടങ്ങിയിട്ട് ആ ഫിഗർ മാറുന്നുമുണ്ട്. അപ്പം നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് അതിനെ ഡിവൈഡ് ചെയ്തിട്ടായിരിക്കണം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതായത് ഒരേ സാലറി എടുത്തിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം എല്ലാ മാസത്തെയും കൂടി നമുക്ക് ഒന്നിച്ച് ചെയ്യാൻ പറ്റില്ല. ഇൻക്രിമെൻറ്റ് വന്ന മാസവും ഇൻക്രിമെൻറ്റ് ഇല്ലാത്ത മാസവും കൂടി ഒന്നിച്ച് നമുക്ക് ടാക്സബിൾ HRA കാണാൻ പറ്റില്ല. അപ്പോൾ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് ഇൻക്രിമെൻറ്റ് ഇല്ലാത്ത മാസം ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കാണേണ്ടത് ഏത് മാസം മുതലുള്ളതാണ്? ശരിക്കും ഒക്ടോബർ 1 മുതലാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതുവരെയുള്ളത് നമ്മൾ കണ്ടുവച്ചു 6 മാസത്തെ. അപ്പം ഒക്ടോബർ തുടങ്ങിയിട്ട് എപ്പോഴാണ് ഇൻക്രിമെൻറ്റ് വരുന്നത് നോക്കാം. ഒക്ടോബർ 1 അല്ലേ ഷിഫ്റ്റ് ആയത്? അപ്പോൾ ഒക്ടോബർ, നവംബർ
ഡിസംബർ 1 സാലറി ഇൻക്രിമെൻ്റ് ആയത്. അപ്പം പഴയ സാലറി വെച്ചിട്ട് കിട്ടിയത് ഏതൊക്കെ മാസങ്ങളിലാണ്? ഒക്ടോബറിലും നവംബറിലും. ആകെ 2 മാസമാണ് ഇൻക്രിമെൻ്റ് ഇല്ലാത്ത സാലറി വരുന്നത്. അപ്പോൾ ആദ്യം ആ 2 മാസത്തെ ടാക്സബിൾ HRA കാണാം. അത് ഇൻക്രിമെൻ്റ് ഇല്ലാത്ത സാലറിയാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം 2 മാസത്തെ സാലറി കാണാം. ടാക്സബിൾ HRA ഫോർ 2 months. ഇൻക്രിമെൻ്റ് ഇല്ലാത്ത ആ 2 മാസത്തെ ടാക്സബിൾ HRA കാണുകയാണ്. കാരണം നമുക്ക് ഒന്നിച്ച് ഇൻക്രിമെൻറ്റും ഇൻക്രിമെൻ്റ് ഇല്ലാത്തതും കൂടി നമുക്ക് ഒന്നിച്ച് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ്. സോ 2 മാസം എന്ന് പറയുന്നത് ഏതൊക്കെയാണ് വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഒക്ടോബർ 2020 അതുപോലെ നവംബർ 2020. ഇതാണ് 2 മാസം. ഓക്കെ. ഫോർമാറ്റിൽ ആദ്യം നമ്മൾ എന്താ എഴുതുക? HRA റിസീവ്ഡ് ആണ്. അപ്പോൾ HRA റിസീവ്ഡ് എഴുതുന്ന സമയത്ത് നമ്മളെല്ലാം 2 മാസത്തെ മാത്രമേ എഴുതാൻ പാടുള്ളൂ. മാസത്തിൽ 5000 രൂപയാണ് HRA കിട്ടിയത്. അപ്പോൾ 2 മാസം എന്ന് പറയുമ്പോൾ 10,000 രൂപ, 10,000. ഓക്കെ. ഇനി ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ്. അതിലൊന്ന് എന്താണ്? ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ്. സെയിം ഫിഗർ തന്നെയാണ് എഴുതേണ്ടത്. എത്ര തന്നെയാണ്? 10,000. സെക്കൻഡ് വൺ എന്താണ്? റെൻറ്റ് പെയ്ഡ് ലെസ് 10% ഓഫ് സാലറി അല്ലേ? റെൻറ്റ് പെയ്ഡ് എത്രയാണ്? എല്ലാം 2 മാസത്തേക്ക് എടുക്കാൻ പാടില്ലേ. അത് വർക്കിംഗ് നോട്ടിൽ ചെയ്തു തരാം. സ്ഥലം ഏതാണ്? നോയിഡയാണ്. അതുകൊണ്ട് തന്നെ 40% ഓഫ് സാലറിയാണ് വേണ്ടത്. അപ്പം നമുക്ക് 2 മാസത്തെ വർക്കിംഗ് നോട്ട് ചെയ്യാം താഴെയായിട്ട്. അതിൽ റെൻറ്റ് പെയ്ഡാണ് ആദ്യം എഴുതേണ്ടത്. റെൻറ്റ് എത്രയായിരുന്നു ക്വസ്റ്റ്യനിൽ നോക്കുക. 3000 രൂപയാണ് റെൻറ്റ്. അങ്ങനെ 2 മാസം വെച്ചിട്ട് 6000 രൂപ. ഇനി എന്താണ് വേണ്ടത്? സാലറിയാണ് കാണേണ്ടത്. ആദ്യം സാലറിയിൽ എന്തൊക്കെ വരും എന്ന് നോക്കാം. സാലറിയിൽ എന്തൊക്കെ വരും? ബേസിക് സാലറി വരും, അതുപോലെ തന്നെ DA വരും അല്ലേ. DA എത്രയാണ്? DA അണ്ടർ ദി ടേം ഓഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നുണ്ട്. അതിനർത്ഥം ഫോമിങ് പാർട്ട് ഓഫ് പേ എന്ന് തന്നെയാണ്. പക്ഷേ 50% DA മാത്രമേ അണ്ടർ ദ ടേം ഓഫ് എംപ്ലോയ്മെൻറ്റ് വരൂ. ശരിക്കും DA എന്ന് പറയുന്നത് 20%. അപ്പോൾ 20ൻ്റെ 50% എന്ന് പറയുമ്പോൾ ഓൺലി 10%. 20ൻ്റെ പകുതി 10% മാത്രമേ ഫോമിങ് പാർട്ട് ഓഫ് പേ വരൂ. അപ്പോൾ DA 10% മാത്രമേ HRAയുടെ കാൽക്കുലേഷന് വേണ്ടിയിട്ടുള്ള സാലറിയിൽ എടുക്കണ്ടൂ. അപ്പം ബേസിക് സാലറിയും DA എടുക്കണം എന്ന് മനസ്സിലായി. DA എത്രയും എടുക്കണ്ടു? 50% എടുക്കണ്ടു അല്ലേ. സോ ആ 50 എന്ന് പറയുന്നത് ഏതിൻ്റെ 50 ആണ്? മെയിനായിട്ടുള്ള പെർസെൻറ്റേജ് പറയുന്നത് 20% ആണ്. ആ 20യുടെ 50 ആണ്. 50 ഓഫ് 20%. ദെൻ ഇനി എന്താണ്? ഫിഗർ നോക്കാം. ബേസിക് സാലറി എത്രയാണ് വരുന്നത്? 20,000 പെർ മന്ത്. അപ്പോൾ 20,000 ഇൻറ്റു എത്ര മാസമാണ്? 2 മാസമാണ് ബേസിക് സാലറി. ഇനി DA ആണ് കാണേണ്ടത്. DA എത്ര വരും? DA പറയുന്നത് സാലറിയുടെ 20%. ഇത് 40,000 ആണെങ്കിൽ ആ സാലറിയുടെ 20%. 20% വേണോ നമുക്ക്? വേണ്ട. ഫോമിങ് പാർട്ട് ഓഫ് പേ എന്ന് പറയുന്നത് 20ൻ്റെ 50%. 20ൻ്റെ 50% എന്ന് പറയുന്നത് എത്രയാണ്? ഓൺലി 10%. അപ്പം 40,000ൻ്റെ 10% മാത്രമേ HRA സാലറിയിൽ വരൂ. ഓക്കെ. അതെത്രയാണ്? 4,000 എമൗണ്ട്. അങ്ങനെയാണെങ്കിൽ സാലറി ഫോർ ദ പർപ്പസ് ഓഫ് HRA എത്രയാണ് വരിക? 40,000 പ്ലസ് 4,000 എത്ര വരും? 44,000 വരും. ഓക്കെ. നമുക്കിതിൻ്റെ എന്താണ് വേണ്ടത്? 10%ഉം 40%ഉം ആണ് വേണ്ടത്. 10% ഓഫ് 44,000 എത്രയാണ്? 4,400 അല്ലേ. 40% ഓഫ് 44,000 എത്ര വരും? 17,600 കിട്ടും. അപ്പോൾ ഇത് രണ്ടും നമുക്ക് എടുത്തെഴുതാം. റെൻറ്റ് പെയ്ഡ് നമുക്ക് എത്രയാണ് നേരത്തെ കിട്ടിയ ഫിഗർ? 6,000 ആണ്. 6,000 മൈനസ് 10% ഓഫ് സാലറി 4,400 കിട്ടും. മൈനസ് ചെയ്താൽ 1,600 കിട്ടും. 40% ഓഫ് സാലറി 7,600 ആണ് കിട്ടുന്നത്. ലീസ്റ്റ് എമൗണ്ട് എത്രയാണ്? 1,600 ആണ്. മാറ്റി എഴുതുക, ലെസ് ചെയ്യുക. ലെസ് ചെയ്താലാണ് ടാക്സബിൾ HRA കിട്ടുക. എത്രയാണ് ടാക്സബിൾ HRA വരിക?
10,000 മൈനസ് 1600 8400. അപ്പോൾ 2 മാസത്തെ ടാക്സബിൾ HR 8400. ഇനി ബാക്കി എത്ര മാസമുണ്ട്? 6 2 8 മാസത്തെ നമ്മൾ കണ്ടു. 6 മാസവും കണ്ടു, 2 മാസം കണ്ടു. ഇനി ബാക്കി വരുന്നത് 4 മാസത്തെയാണ്. ആ 4 മാസം എന്ന് പറയുന്നത് ഏതൊക്കെയാണ് മാസങ്ങൾ? ഡിസംബർ 1 മുതലാണ് ഇൻക്രിമെൻറ്റ് വരുന്നത്. അപ്പോൾ ഡിസംബർ, ജനുവരി 2021, ഫെബ്രുവരി 2021, മാർച്ച് 2021. അങ്ങനെ 4 മാസത്തെ ടാക്സബിൾ HR ആദ്യമേ ചെയ്യണം. അത് സാലറിയിൽ മാറ്റം വരും, ഇൻക്രിമെൻറ്റ് വരും. അപ്പോൾ അത് തേർഡ് ആയിട്ട് നമുക്ക് എഴുതാം. ടാക്സബിൾ HR ഫോർ മന്ത്. മാസം വേണമെങ്കിൽ നോട്ട് ചെയ്ത് നോക്കുക. ഡിസംബർ 2020 മുതൽ ലാസ്റ്റ് പ്രീവിയസ് ഇയർ ഡേറ്റ് ഏതാണ്? 31 മാർച്ച് 2021. അങ്ങനെ 4 മാസം. ആദ്യം എന്ത് എഴുതണം? HR റിസീവ്ഡ്. എഴുതുമ്പോൾ എത്ര മാസത്തെ HR ആണ് എഴുതേണ്ടത്? 4 മാസത്തത്. എത്രയാണ്? 5000 × 4 എത്ര വരും? 20,000 വരും. ദെൻ ലെസ് ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ്. ആദ്യം എന്ത് എഴുതണം? ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ്. ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡിൽ ഏത് ഫിഗറാണ്? സെയിം ഫിഗർ എഴുതുക. അത്രയാണ് 20,000. ദെൻ രണ്ടാമത് റെൻറ്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് സാലറി ആണ് വർക്കിംഗ് നോട്ടിൽ ചെയ്യാം. ഇനി എന്താണ് തേർഡ് വേണ്ടത്? 40% ഓഫ് സാലറി. ഓക്കെ, ഇനി വർക്കിംഗ് നോട്ട് വരക്കുക. ആദ്യം നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? റെൻ്റാണ്. റെൻറ്റ് പെയ്ഡ് എത്ര മാസത്തെ റെൻ്റാണ്? 3000 രൂപ വെച്ചിട്ട് 4 മാസം. എത്ര കിട്ടും? 12,000 കിട്ടും അല്ലേ? ഇനി എന്താണ്? സാലറി വരണം. സാലറിയിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബേസിക് സാലറിയും DA 20%, 20%, 50% വേണ്ടത്. ഓക്കെ, 50% അതൊക്കെ സെയിം തന്നെയാണ്. 20% DAയിൽ ഇൻക്രിമെൻ്റ് ഒന്നും വരുന്നില്ല. സോ 20% പകുതി മാത്രമേ എടുക്കണ്ടൂ. 50% എന്ന് പറയുമ്പോൾ 10% DA എടുക്കണ്ടു. അതായത് 10%. അതെല്ലാം ജസ്റ്റ് മാർക്ക് ചെയ്ത് വൃത്തി കൊടുക്കുക. ദെൻ ഇനി എന്താണ്? ബേസിക് സാലറി കാണാം. ബേസിക് സാലറിയിൽ 20,000 ആണോ എടുക്കേണ്ടത്? അല്ല. ഡിസംബർ മുതൽ 4,000 ഇൻക്രിമെൻറ്റ് വന്നു. അപ്പോൾ 20,000ൻ്റെ കൂടെ എത്രയും കൂടി കൂട്ടണം? 4,000 കൂടി കൂട്ടണം. അപ്പോൾ എത്രയാവും? 24,000 ആവും. ഇതാണ് ഇനി മുതലുള്ള ബേസിക് സാലറി. ആ 24,000 എന്ന് പറയുന്നത് എത്ര മാസത്തേക്കാണ് കാണേണ്ടത്? 24,000 × 4, 4 മാസത്തെ സാലറിയാണ് വേണ്ടത്. അപ്പോൾ 24,000 × 4 എത്ര വരും എന്ന് നോക്കുക. എത്രയാണ് വരുന്നത്? 4 16, 4 2 8 9, 96,000 കിട്ടും. ആണ് ബേസിക് സാലറി വരിക. ഇനി DAക്ക് ഇൻക്രിമെൻ്റ് ഒന്നുമില്ല, അതേപോലെ തന്നെയാണ്. അപ്പോൾ 90,000ൻ്റെ എത്ര ശതമാനം കാണുക? 20ൻ്റെ പകുതി അല്ലേ? അതാണ് ഫോമിങ് പാർട്ട് ഓഫ് പേ. അപ്പോൾ 10%. 90,000ൻ്റെ 10% എത്രയാണ് വരിക? 50,600. അങ്ങനെ സാലറി ഫോർ ദ പർപ്പസ് ഓഫ് HR ഇങ്ങനെ വൃത്തിയിൽ എഴുതണം കേട്ടോ. കാരണം ഇനി ഒരുപാട് കാൽക്കുലേഷൻസ് വരുന്നുണ്ട്. അപ്പം കൺഫ്യൂഷൻ വരാണ്ടിരിക്കാനാണ് ഇതുപോലെ തന്നെ എഴുതി പോകണമെന്ന് പറയുന്നത്. അപ്പം 96,000 + 9,600 എത്ര കിട്ടുക നോക്കുക. ഒരു 1,05,600 കിട്ടും. ഇനി 10% ഓഫ് 1,05,600 എത്രയാണ് വരിക? 10,560. ഇതുപോലെ 40% നോക്കുക. 40% എത്ര വരും? 42,240 കിട്ടും. നമുക്കിതെല്ലാം എടുത്തെഴുതാം. റെൻറ്റ് പെയ്ഡ് എത്രയാണ് കിട്ടിയത്? 12,000 ആണല്ലേ? 12,000 മൈനസ് 10% ഓഫ് സാലറി എത്രയായിരുന്നു? 10,560. മൈനസ് ചെയ്താൽ 1,440 കിട്ടും. 40% ഓഫ് സാലറി ഓൾറെഡി നമ്മൾ കണ്ടുവച്ചു, 12,240. ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് എത്രയാണ്? 1,440 ആണ്. മൈനസ് ചെയ്താൽ ടാക്സബിൾ HR കിട്ടി. എത്രയാണ് വരിക? 18,560 കിട്ടും. അപ്പോൾ നമുക്ക് എല്ലാ മാസത്തിൻ്റെയും ടാക്സബിൾ HR കിട്ടി. നമ്മൾ
ആൻസറായിട്ട് എഴുതേണ്ടത് ടോട്ടലായിട്ടുള്ള ആ ഒരു വർഷത്തെ ടാക്സബിൾ HRA ആണ്. അപ്പോൾ എല്ലാം കിട്ടിയ ഓരോ മാസത്തെ എല്ലാം കൂടി ആഡ് ചെയ്താൽ മതി. അതാണ് നമ്മളുടെ ഫൈനൽ ആൻസർ, ടോട്ടൽ ടാക്സബിൾ HRA. ആദ്യത്തെ എത്രയായിരുന്നു കിട്ടിയത്? 30,000 പ്ലസ് രണ്ടാമത് 8,400 കിട്ടി, മൂന്നാമത് എത്ര കിട്ടി? 18,560 കിട്ടി. 3 ആഡ് ചെയ്താൽ ഫൈനൽ ആൻസർ 56,960, 56,960 ആണ് ആൻസർ വരിക. അപ്പം എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. ക്വസ്റ്റ്യൻ വൃത്തി മനസ്സിലാക്കിയിട്ട് വേണം പ്രോബ്ലം ചെയ്യാൻ. ഒരുവിധം ഞാൻ HRAയുടെ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്ത് തന്നു അല്ലേ? പരമാവധി ക്വസ്റ്റ്യൻസ് ചെയ്ത് തന്നിട്ടുണ്ട്. എല്ലാം ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എല്ലാം വർക്കൗട്ട് ചെയ്യുക.